പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാല. ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശുദ്ധ കുർബാനയെങ്കിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. എന്നോട് ഒരാൾ ചോദിച്ചു, സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ജപമാല ചെല്ലുന്നത്? എന്തെങ്കിലും ഉണ്ടോ ജപമാലയെക്കുറിച്ച് സുവിശേഷത്തിൽ? ഉണ്ടോ? പിന്നെ എന്തിനാ ചെല്ലുന്നത്? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ച് ഒന്നുമില്ലെങ്കിലും ജപമാല മുഴുവൻ സുവിശേഷമാണ് അല്ലേ? സുവിശേഷത്തിൽ ജപമാലയെക്കുറിച്ചില്ലെങ്കിലും സുവിശേഷം മുഴുവനും ജപമാലയിലുണ്ട്. ചാവറേച്ചൻ പറയുന്നുണ്ട്, മാലയിൽ കൊടുത്ത സുവിശേഷമാണ് ജപമാലയെന്ന്. പോൾ ആറാമൻ പാപ്പ പറയുന്നുണ്ട്, സുവിശേഷത്തിൻ്റെ സംക്ഷേപമാണ് ജപമാലയെന്ന്. നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ തിരുവചനം ഉരുവിട്ടാ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം കേട്ടല്ലോ. വചനം ഉരുവിട്ടാ. ലൂക്ക 1:34, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാ? ഒക്കെ പറ. പലർക്കും അറിയത്തില്ല ആരുടെ വാക്കുകളാണ്. എൻ്റെ അപ്പച്ചൻ ഗൾഫിൽ നിന്നൊരു പാഴ്സൽ അയച്ചു, പോസ്റ്റ്മാൻ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ആരുടെ പാഴ്സലാണത്? പോസ്റ്റ്മാൻ്റെ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരുടെ വാക്കുകളാണ്? യോഹന്നാൻ 3:34, ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പോൾ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ ദൈവവചനം തന്നെയാണ് അല്ലേ? അപ്പോൾ നാം വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനോട് പുറത്താക്കി. അല്ലെ, നിങ്ങളുടെ ഉള്ളിൽ സങ്കീർത്തനം 119 പറഞ്ഞു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കണം, നിങ്ങളുടെ വചനം സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തിൻ്റെ ശക്തിയൊക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയിൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഈ കൃപകളെല്ലാം നിറയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പിശാച് ഭരണം നടത്തുകയില്ല. ദിനംപ്രതി ജപമാല ചെല്ലുന്നവർ വഴിതെറ്റി പോവുകയില്ല. ചിലരൊക്കെ ഉണ്ടല്ലോ ജപമാല പ്രാർത്ഥന ജീപ്പിൻ്റെയും കാറിൻ്റെയൊക്കെ സ്റ്റെപ്പിന് ടയർ പോലെയാണ്. സ്റ്റെപ്പിന് ടയർ എപ്പോഴാണ് ഉപയോഗിക്കണ ചേട്ടന്മാരെ? ആവശ്യം വന്നാൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ചില പ്രതിസന്ധി വരുമ്പോൾ, ചില അപകടം വരുമ്പോൾ മാതാവേ ജപമാലയോട് ജപമാല അല്ലേ? ലൂക്ക 18:1, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവീൻ. 1 തെസ്സലോനിക്കർ 5:17, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ. പ്രഭാഷകൻ 7:10, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവീൻ. റോമ 12:12, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവിൻ. സ്റ്റെപ്പിന് ടയർ ഉപയോഗിക്കുന്നത് പോലെ വല്ലപ്പോഴും പ്രാർത്ഥിക്കാനുള്ളതല്ല. പ്രാർത്ഥനയ്ക്ക് വിശ്രമത്തിൻ്റെ സമതല പ്രദേശങ്ങളില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, ഈ വണ്ടി ഇങ്ങനെ കുന്നുകയറി ഇങ്ങനെ പോണ സമയത്ത് നിന്ന് പോയാൽ താഴേക്ക് പോരും എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോഴേ ഇടയ്ക്കൊരു വിശ്രമം കൊടുത്താൽ നമ്മൾ താഴേക്ക് പോകും. ഈ ഇരുട്ട് വരുമ്പോൾ, വെളിച്ചം മങ്ങുമ്പോൾ ഇരുട്ട് വരുമെന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ പാപം വരും. പ്രിയപ്പെട്ടവരെ, ഒരു ജീവി ചത്തു കഴിഞ്ഞാൽ, പൂച്ച, എലി, എന്താണ് ചത്തു കഴിഞ്ഞാൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ വരും. ഇവിടെ എങ്ങനെയാണോ? ഞങ്ങളുടെ നാട്ടിലതെ. ഒരു ജീവി ചത്താൽ എല്ലാത്തരം പ്രാണിപ്പുഴു കീടങ്ങൾ അവിടെ എത്തും. ഒരു ഇൻവിറ്റേഷൻ കാർഡും വേണ്ട. എങ്ങനെ വരുന്നോ? എങ്ങനെ അറിഞ്ഞാൽ നിങ്ങളവിടെ എത്തി എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിലേക്ക് എല്ലാവിധ തകർച്ചകളുമായിട്ട് പിശാച് കടന്നു വരും. പൂന്തോട്ടത്തിൽ പൂ വിരിഞ്ഞാൽ പൂമ്പാറ്റകൾ പലതരത്തിലുള്ള തുമ്പിയെല്ലാം പറന്നു വരും. കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട് പരിശുദ്ധ അമ്മ വരും. ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, വിശുദ്ധ ജോൺ പോൾ സെക്കൻഡ് പറയുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ആരുടെ കൈ പിടിക്കുന്നു? ചൊല്ലിക്കഴിയുമ്പോൾ ആര് പിടിക്കും? നമ്മുടെ കയ്യിൽ അമ്മ പിടിക്കും. പ്രിയപ്പെട്ടവരെ, രക്ഷകരെ നമുക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ രക്ഷ പരിശുദ്ധ അമ്മ വഴിയേ ഉള്ളൂ.